കോഴിക്കോട് ജില്ലയിൽ 37,000-ഓളം RC ബുക്കുകളും ലൈസൻസുകളുമാണ് അപേക്ഷകർക്ക് വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത്. പ്രിന്റിംഗ് സ്ഥാപനത്തിന് നൽകാനുള്ള പണം കുടിശ്ശിക ആയതോടെയാണ് RC ബുക്കുകളുടെയും ലൈസൻസുകളുടെയും വിതരണം നിലച്ചത്. ഇതോടെ പുതിയ വാഹനം വാങ്ങിയവരും ലൈസൻസ് എടുത്തവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജില്ലയിൽ ഒരു മാസത്തിനകം അംഗീകരിക്കപ്പെട്ട 37,100 RC ലൈസൻസുകളാണ് നൽകാനുള്ളത്. ഇതിനു പുറമെ 14,000-ലധികം പുതിയ അപേക്ഷകളും ഉണ്ട്. ഇതുകൂടാതെ പ്രതിദിനം ഏതാണ്ട് 700-ഓളം ഡ്രൈവിംഗ് ടെസ്റ്റുകളും നടക്കുന്നുണ്ട്. എറണാകുളത്തുള്ള പ്രിന്റിംഗ് സ്ഥാപനത്തിന് പണം നൽകാത്തതിനാലാണ് ഒരു മാസത്തിലേറെയായി കാർഡുകൾ അച്ചടിച്ചയക്കാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാരിലേക്ക് ആദ്യം പൈസ വാങ്ങിയിട്ടാണ് ഈ റിന്യൂവലിനൊക്കെ കൊടുക്കുന്നത്. ഈ പൈസ ആദ്യം വാങ്ങി വെച്ചിട്ട് ലൈസൻസും കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ RC ട്രാൻസ്ഫർ ചെയ്തിട്ട് അതും കൊടുക്കുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് ഈ മേഖലയിൽ ലൈസൻസ് എടുത്ത ഒരുപാട് ആൾക്കാർക്ക് തൊഴിലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ലൈസൻസ് കിട്ടിയിട്ട് എവിടെയെങ്കിലും തൊഴിലിന് പോകണമെങ്കിൽ, പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ പോണ ആൾക്കാർക്ക് ലൈസൻസ് ഇല്ലാതെ പോകാൻ കഴിയില്ല. അപ്പോൾ ലൈസൻസിന് കൊടുത്ത് 6 മാസം 7 മാസമായിട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ജോലി സംബന്ധമായിട്ട് ഇന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു വിഷയം ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി പണം നൽകിയിട്ടും കൃത്യസമയത്ത് ലൈസൻസ് ലഭിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.